ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു പുതിയൊരു ടിപ്പ് പരിചയപ്പെടാം. അതായത് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതായത് ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഉപയോഗിക്കുന്ന കൂട്ടുകാരാണ്. എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, ഫേസ്ബുക്ക് ID ഉണ്ടാവും, വാട്സാപ്പ് ഉണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എങ്ങനെ കൂടുതൽ ഫോളോവേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് എല്ലാ കൂട്ടുകാർക്കും ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ധാരാളം ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഫോളോവേഴ്സ് കൂട്ടാനായിട്ടുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല നല്ല ഫോട്ടോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ഫോട്ടോസും വീഡിയോസിനെക്കാട്ടും ഉപരി നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഫോട്ടോസ് വീഡിയോസൊക്കെ യുണീക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഹാഷ്ടാഗും കാര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങൾ അപ്പ് ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഒറ്റ ഫോളോവേഴ്സും ഇല്ല, ഒറ്റ ഫോളോയിങ്ങും ഇല്ല, ഒറ്റ പോസ്റ്റും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് എങ്ങനെ ഈ ഒരു ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം ഫോളോവേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിനായിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമാണ്. അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് വരിക. ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ന്യൂട്രീനോ പ്ലസ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യും. അതിൻ്റെ അലോ ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ കൊടുക്കുക. ടേംസ് ഓഫ് സർവീസ് ഐ അഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബ്ലാക്കിൽ വൈറ്റ് ആയിട്ടുള്ള ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ന്യൂട്രീനോ പ്ലസിൻ്റെ ഹോം പേജ് വന്ന് നമുക്കിവിടെ സൈൻ ഇൻ കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ തുറന്നു വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ, യൂസർ നെയിം ഓർ ഇമെയിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് സൈഡിലുള്ള ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈറ്റ്, അതായത് നമ്മുടെ പുതിയ സോഫ്റ്റ്വെയറിൻ്റെ പേജിലേക്ക് കയറി വരും. ഇതിൽ നമ്മൾ ചോദിക്കുന്നത് ഡു യു ഹാവ് എ റെഫറൽ കോഡ്. നിങ്ങളിത് എന്തായാലും നോ കൊടുക്കരുത്, യെസ് കൊടുക്കണം. എന്നാലേ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ റെഫറൻസ് കോഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾ എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുള്ളൂ. ഈ കോയിൻ മുഖേനയാണ് നിങ്ങൾ പുതിയ ഫോളോവേഴ്സിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡു യു ഹാവ് എ റെഫറൽ കോഡ് എന്നുള്ള ബട്ടണിൽ യെസ് കൊടുക്കുക. റെഫറൽ കോഡ് എൻ്റർ ചെയ്യുക. ഇവിടെ എൻ്റെ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് 9887162. അപ്പോൾ ഒന്നും കൂടെ പറയാം, 9887162. ഈ ഒരു റെഫറൻസ് കോഡാണ് കൂട്ടുകാർ എൻ്റർ ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ കൺഫേം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കൺഗ്രാജുലേഷൻ, ദ റെഫറൽ കോഡ് ഹാസ് ബീൻ യൂസ്ഡ്, യു ക്യാൻ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഗെറ്റ് മോർ. നമുക്ക് ഒരു കോയിൻ, അതിൻ്റെ പവറും നമുക്ക് ഓരോ ഡയമണ്ട് നമുക്ക് വെച്ച് കിട്ടും. ഓക്കെ, ഞാൻ അവിടെ നെക്സ്റ്റ് കൊടുത്തു. നമുക്ക് അവരെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ട, നമുക്കിവിടെ ക്രിസ്റ്റലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്റ്റൽ ബട്ടൺ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റാർ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാങ്ങാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറേ പേരെ കാണിച്ചു തരും. അത് നിങ്ങൾ ഓരോ സബ്സ്ക്രൈബ് നിങ്ങൾ ആഡ് ചെയ്യാം.
അപ്പോൾ നമുക്ക് 8 കോയിൻ വെച്ചിട്ടാണ് കിട്ടുന്നത്. കണ്ടോ, ഇപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നത് 8 + 1 9 ഇതേപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരിത് ആഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സിനെ വേണമെങ്കിലും നമ്മളിവിടെ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ 350 ഡയമണ്ട്സ് നമുക്കായി. നമുക്ക് 359 ഡയമണ്ട്സ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 8 കോയിൻസ് വെച്ചിട്ടാണ് ആഡ് ആവുന്നത്. കണ്ടത് 358 നമുക്ക് 2 പേരെയും കൂടെ ആഡ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ വളരെ പെട്ടെന്ന് 366 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 366 ഡയമണ്ടായി. അപ്പോൾ നിങ്ങളിനി ചെയ്യേണ്ടത് ഈ സ്റ്റാർ ബട്ടണിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഫസ്റ്റ് ഒരു ചില ഡോട്ടഡ് ആയിട്ടുള്ളൊരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ടു സ്റ്റാർട്ട് ഗെയിനിങ് ഫോളോവേഴ്സ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണിക്കും നമുക്ക് 10 മിനിറ്റാണ് നിങ്ങളുടെ പ്രൊഫൈൽ ഇതേപോലെ ഫ്ലോട്ട് ചെയ്ത് വരുന്നത്. അത് 10 മിനിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 359 ഡയമണ്ട്സ് നമുക്ക് വേണം എന്ന് പറയുന്നത്. അപ്പോൾ 10 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഇതേപോലെ തുറന്ന് നിൽക്കും. അതേപോലെ തന്നെ വേറെ കൂട്ടുകാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ പറ്റും, അവരും സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് കൂടുതൽ ഫോളോവേഴ്സ് വരും. അപ്പോൾ നമുക്കിത് എന്തായാലും 359 ഡയമണ്ട്സ്, എനിക്കിപ്പോൾ 367 ഡയമണ്ട്സ് ആയി. അപ്പോൾ ഞാനിത് ഓക്കെ ബട്ടൺ കൊടുക്കുകയാണ്. അപ്പോൾ വേറൊരു കാര്യം, ഓക്കെ ബട്ടൺ കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രൊഫൈൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിയിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ഡൗൺവേർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. അതിൽ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 43 ഫോളോയിങ്സ് മാത്രമേ ഉള്ളൂ, ആരും എന്നെ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫോളോവേഴ്സ് കൂട്ടുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ കാണിച്ചു തരാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഓക്കെ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇതേ ഇവിടെ ഫസ്റ്റ് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് 10 മിനിറ്റ് നേരത്തേക്കാണ് നമുക്ക് ഈ ഒരു പ്രൊഫൈൽ നമുക്ക് തുറന്നിരിക്കുക. 10 മിനിറ്റ്, ഓരോ മിനിറ്റ് ഇടവേളയിൽ നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് ആഡായി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 7 മിനിറ്റായി. നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ഡൗൺവേർഡായിട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണിച്ചു തരും. 43 ഫോളോയിങ്, ഒറ്റ പോസ്റ്റ് ഇട്ടിട്ടില്ല, പക്ഷേ നമുക്ക് 15 ഫോളോവേഴ്സ് ഇപ്പോൾ തന്നെ ആയി. ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ചെയ്തതാണ്. 15 ഫോളോവേഴ്സ് നമുക്കിവിടെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് പ്രൊഫൈൽ നമുക്ക് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ടൈം എടുക്കും. ഇപ്പോൾ 7 മിനിറ്റ് 35 സെക്കൻഡ് ആയിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കാവും. നമുക്കിതൊന്ന് നമ്മുടെ ശരിക്കുമുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇൻസ്റ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും 15 ഫോളോവേഴ്സും 43 ഫോളോയിങ് നമുക്ക് കാണാൻ പറ്റും. 15 ഫോളോവേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിച്ചു തരും. കേട്ടോ, കുറേ കൂട്ടുകാരെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് തിരിച്ചും ഫോളോ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു സോഫ്റ്റ്വെയർ വഴി വളരെ എളുപ്പത്തിന് നമുക്ക് ഫോളോവേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് യാതൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും നൽകേണ്ട കാര്യമില്ല. വളരെ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൂട്ടുകാർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ഇത്തിരി നേരം ഓണാക്കിയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പുതിയ ഫോളോവേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരെ നമുക്ക് നോക്കി മനസ്സിലാക്കിയ ഇഷ്ടമുള്ള ആൾക്കാരെ നോക്കി ആഡ് ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡയമണ്ട്സ് ആഡ് ആയിക്കൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഈ സ്ക്രീനിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഒരു ചെറിയൊരു റെഡിൽ ഒരു ഡയമണ്ട് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡയമണ്ട് നിങ്ങൾക്ക് ബ്ലിങ്ക് ചെയ്യണത് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്ക് 26 ഡയമണ്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വഴി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡയമണ്ട്സ് കിട്ടും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം, ഇതിൻ്റെ ഓപ്പൺ അഡീഷണൽ സെറ്റിങ്സ്
എടുക്കുക. ഇതിൽ ഫോളോ അതർ യൂസേഴ്സ് ഇൻ ടോപ്പ് ആൻഡ് ഗെറ്റ് മോർ ക്രിസ്റ്റൽസ് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. പിന്നെ ഉള്ളത് നമുക്ക് ടോപ്പ് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിലേക്ക് വരിക. അതിൻ്റെ ഉള്ളിൽ ഗെയിൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഡയമണ്ട്സ് നമുക്ക് കിട്ടിത്തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബട്ടണും കൂടെ നിങ്ങൾ ടിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് കണ്ടത് ഇപ്പോൾ 14ആയി. അങ്ങനെ ഓരോ ഡയമണ്ട്സും ഓരോ മിനിറ്റിൽ നമുക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ഫോളോവേഴ്സിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ പേജ്, ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോൾ അതുവരെ നമുക്ക് വീണ്ടും